തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന തിരുവചനം സങ്കീർത്തനം 107:17 പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യുകവാടങ്ങളെ സമീപിച്ചു. തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നിരിക്കുന്നു. ചിലർ രോഗികളായി തീരാനായിട്ട് കാരണം അവർ പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. പാപം എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും എതിരായിട്ടുള്ള സകല പ്രവൃത്തികളും പാപമാണ്. എനിക്കെതിരായി, എൻ്റെ മക്കൾക്കെതിരായി, എൻ്റെ തലമുറയ്ക്ക് ദോഷം വരുന്ന വിധത്തിൽ എൻ്റെ മനസ്സാക്ഷിയെ ഞാൻ പണയം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പാപമാണ്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാപത്തിൻ്റെ ബന്ധനത്തിൽ രോഗത്തിൻ്റെ നടുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ആരാണ് മോചിപ്പിക്കുന്നത്? ആർക്കാണ് ഈ മേഖലയിൽ കടന്നു വന്ന് ഇടപെടാനായിട്ട് പറ്റുന്നത്? പാപമുണ്ടെന്ന് നമുക്കറിയാം, രക്ഷപ്പെടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ദുരിതത്തിലാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളെ ആരാണ് രക്ഷിക്കുന്നത്? പല മനുഷ്യൻ്റെയും ഉള്ളിൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് അറിയാൻ പറ്റാതെ പ്രയാസപ്പെടുകയാണ്. ഞാൻ ഈ വചനത്തിന് ചേർന്നു നിൽക്കുന്ന ഒരു സംഭവം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ബെത്സൈദ എന്ന് പറയുന്ന ഒരു കുളക്കരയിൽ, ആ കുളത്തിൻ്റെ കരയിൽ ധാരാളം രോഗികൾ കിടക്കുകയാണ്. കുരുടർ, മുടന്തർ, തളർവാദ രോഗികൾ, കുഷ്ഠരോഗികൾ, അങ്ങനെ ധാരാളം രോഗികൾ ഈ കുളക്കരയിൽ കിടക്കുകയാണ്. എന്തിനാണ് ഈ ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്നത്? ഈ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വല്ലപ്പോഴും ഒരു മാലാഖ വന്ന് ഈ കുളം ഒന്ന് ഇളക്കും. അങ്ങനെ കുളം ഇളകിക്കഴിയുമ്പോൾ ഈ കുളത്തിൽ ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യം പ്രാപിക്കും. അതിനാണ് ഈ രോഗികളെല്ലാം ഈ കുളക്കരയിൽ വന്ന് കിടക്കുന്നത്. അനേക വർഷങ്ങളായി ആ കുളക്കരയിൽ സൗഖ്യം പ്രതീക്ഷിച്ച് കിടക്കുന്ന രോഗികളുണ്ട്. അതിൽ ഒരു രോഗിയുടെ പേര് മാത്രം, അല്ലെങ്കിൽ ഒരു രോഗിയുടെ കാര്യം മാത്രം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 38 വർഷമായി രോഗം ബാധിച്ച് കിടന്നിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എന്ത് രോഗത്താലാണ് അവിടെ കിടന്നത് എന്ന് അറിയാൻ പാടില്ല. അത് അത്ര വ്യക്തമായി പറയുന്നില്ല. കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക എന്ന് കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ അത് തളർവാദ രോഗിയാണോ എന്ന് തീർത്ത് പറയാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും ഇയാൾ 38 വർഷമായി രോഗക്കിടക്കയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ തിരുവചനം വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. അവൻ അവിടെ കിടക്കുന്നു എന്ന് യേശു കണ്ടു. അവൻ അവിടെ കിടക്കുന്നുവെന്ന് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണ് എന്ന് അറിഞ്ഞ് യേശു അവനോട് ചോദിച്ചു, മകനെ, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിൻ്റെ ചോദ്യമാണ്. ഓരോ രോഗിയുടെയും അവസ്ഥ ദൈവത്തിനറിയാം. ഒരു വ്യക്തി ഏതവസ്ഥയിലാണ് കിടക്കുന്നത് എന്ന് തമ്പുരാൻ അറിയാം. എത്ര വർഷമായി രോഗം പിടിപെട്ട് കിടക്കുന്നു എന്ന കാര്യം ഈശോയ്ക്കറിയാം. നമ്മൾ പോലും രോഗം പിടിപെട്ട് കിടക്കുന്ന നമുക്ക് പോലും വർഷങ്ങൾ പോലും അറിയാൻ പാടുണ്ടായെന്ന് വരികയില്ല. നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല വർഷങ്ങൾ കഴിയുമ്പോൾ.
എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ നമ്മുടെ അവസ്ഥ അറിയുന്നു, നമ്മുടെ കിടപ്പറിയുന്നു, നമ്മുടെ അരികിലേക്ക് കടന്നു വരാനായിട്ട് തിരുമനസ്സാകുന്നു. വാസ്തവത്തിൽ ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന രോഗികൾ യേശുവിനെ പ്രതീക്ഷിച്ച് കിടക്കുന്നവരല്ല. അവരാ കുളത്തെ പ്രതീക്ഷിച്ചാണ് കിടക്കുന്നത്. അവരാ കുളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ കുളത്തിലൊന്ന് ഇറങ്ങണം, അങ്ങനെ ഇറങ്ങിയാൽ തനിക്ക് സൗഖ്യം കിട്ടും എന്ന പരമ്പരാഗതമായ ഒരു വിശ്വാസത്തിൻ്റെ മുമ്പിൽ അവരടിയുറച്ച് അവിടെ കിടക്കുകയാണ്. അവർക്ക് നിരാശയില്ലാത്തതിൻ്റെ കാരണം എന്നേലും ഇറങ്ങാൻ കഴിയും എന്ന ഒരു ചിന്തയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും ഈ കുളത്തിൽ ഇറങ്ങാൻ കഴിയും. അതുകൊണ്ട് ആ കുളത്തിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ പലരും സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ആളുകളെ കാണുമ്പോൾ ഈ കിടക്കുന്ന രോഗികൾക്ക് ഒരു പ്രത്യാശയാണ്. ഞങ്ങൾ നടത്തുന്ന പല കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലുമൊക്കെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടക്കുമ്പോഴും വിശുദ്ധ കുർബാനയുടെ മധ്യയുമൊക്കെ ധാരാളം രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ രോഗികൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന രോഗികൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളെയും കർത്താവ് സുഖപ്പെടുത്തും. അപ്പം സുഖപ്പെടുന്ന വ്യക്തികളെ കാണുമ്പോൾ കർത്താവ് എന്നെയും സുഖപ്പെടുത്തും എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാവുകയാണ്. ഈ തിരുവചനം ശ്രവിക്കുന്ന, ഈ TV-യിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് എൻ്റെ ജീവിതത്തിലും ഇറങ്ങി ഇടപെടും എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കണം. കർത്താവ് അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അരികിലേക്ക് ഈശോ കടന്നു വരികയാണ്. ബെത്സയിദ കുളക്കരയിൽ കിടന്ന വ്യക്തി യേശുവേ എന്ന് വിളിച്ചപ്പോഴല്ല യേശു അവൻ്റെ അടുക്കിലേക്ക് ചെന്നത്. അവൻ്റെ കിടപ്പ് കണ്ടിട്ട് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഈശോ അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നിട്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്, മകനെ, സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹം ഉണ്ടോ? 38 വർഷം ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന രോഗി സൗഖ്യപ്പെടാൻ ആഗ്രഹിച്ചാണ് കിടക്കുന്നത് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? എന്നിട്ടും ഈശോ ഈ ചോദ്യം ചോദിക്കുകയാണ്, സൗഖ്യപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിന് മറുപടി വാസ്തവത്തിൽ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവേ, എനിക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്നാൽ അവൻ മറുപടി പറഞ്ഞത് അങ്ങനെയല്ല, കർത്താവേ, വെള്ളമിളക്കുമ്പോൾ എനിക്ക് മുമ്പേ ആരേലും ആ കുളത്തിൽ ഇറങ്ങും. ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് ആരേലും ആ കുളത്തിലിറങ്ങും. അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്, കുളത്തിലിറക്കാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല. അപ്പോൾ 2 കാര്യമാണ് അയാൾ പറയുന്നത്, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല, വെള്ളമിളക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമില്ല. ഇനി ഞാൻ എങ്ങനെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ അതിനു മുമ്പേ ആരെങ്കിലും അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്ന്, സഹായിക്കാൻ ആരുമില്ല എന്ന നൊമ്പരം അയാളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ധാരാളം മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു നൊമ്പരം അതാണ്. എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിരുന്നുവെങ്കിൽ, ആരെങ്കിലും ഇത്തിരി പണം തന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ, ആരെങ്കിലും കൈപിടിച്ച് സഹായിച്ചിരുന്നുവെങ്കിൽ, ആരെങ്കിലും എനിക്കൊരു വീട് തന്നിരുന്നുവെങ്കിൽ, ആരെങ്കിലും എനിക്കൊരു വാടക വീട് കണ്ടുപിടിച്ച് തന്നിരുന്നുവെങ്കിൽ, സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ആരേലും സഹായിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ധാരാളം വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. ഒരുപക്ഷെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളും ഒരു സഹായം പ്രതീക്ഷിച്ച് കിടക്കുന്നവരോ നിൽക്കുന്നവരോ നടക്കുന്നവരോ ആയിരിക്കാം. എന്നാൽ ഈശോ നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിനക്ക് സൗഖ്യപ്പെടണമെന്ന്, അനുഗ്രഹിക്കപ്പെടണമെന്ന്, സുഖം പ്രാപിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പം നമ്മുടെ മറുപടി, വ്യക്തമായൊരു മറുപടി നൽകാൻ നമുക്ക് കഴിയണം. കർത്താവേ, എനിക്ക് സൗഖ്യം വേണം, സൗഖ്യപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോഴേക്കും മറ്റൊരുവൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കരുതുന്നത് ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, ജോലി കിട്ടാതെ വരുമ്പോൾ അയാൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്,
ഇതാരോ റെക്കമെൻഡ് ചെയ്താലേ കിട്ടുകയുള്ളൂ, മറ്റാരോ പറഞ്ഞിട്ടുണ്ട്, ഇത് കൈക്കൂലി കൊടുത്താലേ കിട്ടുകയുള്ളൂ, ഇതൊരു തട്ടിപ്പാണ്, ഇതൊന്നും ശരിയാവുന്ന കാര്യമല്ല. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി നൽകുന്നവരെ പോലും നാം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. കാരണം നമുക്കറിയാൻ പാടില്ല, എന്നാലും നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്, മറ്റുള്ളവരെ പഴിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവരെ പഴിച്ചിട്ട് എന്ത് പ്രയോജനം? ഈ ബെത്സയിദ കുളക്കരയിൽ 38 വർഷമായി കിടക്കുന്ന രോഗിയുടെ മനസ്സ് ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ, അതായത് എനിക്കിറങ്ങാൻ പറ്റുന്നില്ല, അതിനു മുമ്പ് മറ്റുള്ളവർ ഇറങ്ങുകയാണ് എന്ന ചിന്തയാണ്. നേരെ മറിച്ച് അയാൾക്ക് ഇങ്ങനെ ചിന്തിക്കാമല്ലോ, എൻ്റെ സമയമായിട്ടില്ല, അവരുടെ സമയമായപ്പോൾ അവരുടെ കാര്യത്തിൽ ദൈവം ഇറങ്ങി ഇടപെട്ടു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അവരുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലും ഇറങ്ങി ഇടപെടും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണം, അങ്ങനെ ദൈവത്തിൽ ശരണപ്പെടണം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടം കൊണ്ടും നിൽക്കുന്നില്ല. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യം ഇതാണ്. കർത്താവ് ഈ സംഭവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ആ മനുഷ്യനോട് പറയുകയാണ്, നീ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക. ഇപ്പോൾ കിടക്കയെടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞ അവസരത്തിൽ പിന്നീട് അവനൊരു മറുചോദ്യം ചോദിക്കുന്നില്ല. വേണമെങ്കിൽ അവന് പറയാം, 38 വർഷമായി ഈ കുളക്കരയിൽ കിടക്കുന്ന, ഈ കട്ടിലേ കിടക്കുന്ന, തന്നെ നിൽക്കാൻ ശേഷിയില്ലാത്ത എന്നോട് കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതെന്നെ കളിയാക്കുന്നതിന് തുല്യമാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പനേരം ഈശോയോട് സംസാരിച്ചപ്പോൾ അവൻ്റെ മനസ്സ് മാറി. ഈശോയെ അനുസരിക്കണം, ഈശോ പറയുന്ന വാക്ക് വിശ്വസിക്കണം എന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുകയാണ്. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പറയുന്ന വാക്ക് അനുസരിക്കണം, ഈശോയുടെ വചനം അനുസരിക്കണം, ആ വചനത്തിൽ നാം വിശ്വസിക്കണം. ഈശോ സാധാരണ വ്യക്തിയല്ല എന്ന് അവന് മനസ്സിലായി. കാരണം സംസാരം കേട്ടപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ദൈവ സാന്നിധ്യമാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിച്ചപ്പോൾ തന്നെ അവൻ്റെ ചിന്താഗതികൾ മാറുകയാണ്. അവിടം കൊണ്ട് നിൽക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവൻ ആ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ യഹൂദര് ചോദിക്കുകയാണ്, ഇന്ന് സാബത്താണല്ലോ, ഈ സാബത്തിൽ കിടക്കയെടുത്തുകൊണ്ട് നടക്കുന്നത് നിഷിദ്ധമാണെന്ന് നിനക്ക് അറിയാമല്ലോ. അപ്പോൾ അവനൊരു വാക്ക് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ കിടക്കുന്ന വ്യക്തി ഒരു യഹൂദൻ തന്നെയാണ്. യഹൂദനായതുകൊണ്ടാണല്ലോ സാബത്ത് ലംഘിക്കുന്ന കാര്യം അവനോട് മറ്റുള്ളവർ പറയുന്നത്. നീ സാബത്ത് ലംഘിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവനൊരു യഹൂദനായിരിക്കണം. അങ്ങനെ യഹൂദനായതുകൊണ്ടാണ് അവനോട് പറയുന്നത്, നീ സാബത്ത് ലംഘിച്ചിരിക്കുകയാണ്, സാബത്തിൽ കിടക്കയെടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പിന്നെ അവൻ്റെ കാഴ്ചപ്പാടെന്താണ്? അവൻ പറയുന്ന മറുപടി എന്താണ്? എന്നെ സുഖപ്പെടുത്തിയവൻ കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു, ഞാൻ നടക്കുന്നു. എന്നെ സുഖപ്പെടുത്തിയവൻ, 38 വർഷമായി ബെത്സയിദ കുളക്കരയിൽ കിടന്ന് എന്നെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമുണ്ടായിരുന്നില്ല. എൻ്റെ അരികിലേക്ക് കടന്നു വന്ന നസ്രായനായ ഈശോ, കർത്താവായ ഈശോ എന്നോട് പറഞ്ഞു കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ. ഇനി എനിക്ക് ഈ നിയമത്തിൻ്റെ പിടിയിൽ പെട്ടുകിടക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് തമ്പുരാൻ്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യം, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനാണ് താല്പര്യം. ഇനി അവൻ പറയുന്നതേ ഞാൻ അനുസരിക്കൂ എന്നാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അവൻ എന്നോട് കിടക്കയും എടുത്ത് നടക്കാൻ പറഞ്ഞു. എന്നെ സുഖപ്പെടുത്തിയവൻ കിടക്കയും എടുത്ത് നടക്കാൻ പറഞ്ഞു, നടക്കുകയാണ്. അവന് പിന്നെ പ്രശ്നമില്ല, മറ്റുള്ളവരുടെ വാക്കുകൾ അവൻ ശ്രദ്ധിക്കുന്നില്ല. തൊട്ടടുത്ത ജെറുസലേം ദേവാലയം, ഈ ബെത്സയിദ കുളക്കരയുടെ അരികിൽ ഞാൻ കുറച്ച് സമയം പോയി ഇരുന്നിട്ടുണ്ട്. ബെത്സയിദ കുളക്കരയിലിരുന്ന് അവിടെ പൊട്ടിയ കുറേ ഭിത്തിയും മതിലുമൊക്കെ കാണാനായിട്ട് പറ്റും. ആ കുളത്തിൽ ഒരല്പം വെള്ളവും കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അവിടെ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ആ സ്ഥലത്ത് ചെന്ന് കാണാനായിട്ട് ഇടയായ കാര്യം ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. തൊട്ടടുത്താണ് ജെറുസലേം ദേവാലയം. ആ ദേവാലയത്തിൻ്റെ മുമ്പിലൂടെയാണ് കിടക്കയും എടുത്തുകൊണ്ട് ഈ വ്യക്തി നടക്കുന്നത്. പിന്നെ യഹൂദന്മാർ ഒച്ച വെക്കാതിരിക്കുമോ, ബഹളമുണ്ടാക്കാതിരിക്കുമോ, പ്രശ്നമുണ്ടാക്കാതിരിക്കുമോ? നിയമത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവർ, ഇവന് സൗഖ്യം കിട്ടിയോ ഇല്ലയോ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല.
സാബത്ത് അനുസരിക്കുക, സാബത്ത് ലംഘിക്കാതിരിക്കുക, അവരുടെ നിയമത്തിൽ സകലരും ഒരുമിച്ച് നിൽക്കുക. എന്നാൽ 38 വർഷം കിടന്നവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ ആ എഴുന്നേറ്റ് നടക്കാൻ ഇടയാക്കിയവൻ ആരാണ് എന്ന് അന്വേഷിക്കാൻ പോലും ആ യഹൂദന് മനസ്സില്ല. അവൻ ഇപ്പോഴും വന്ന് പറയുന്നത് നീ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്നാണ്. ഏതാ ശരി തെറ്റ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പ്രിയരെ? ഇതാണ് ശരി, ഇതാണ് തെറ്റെന്ന്. ഒരു വ്യക്തി 38 വർഷമായി രോഗം പിടിപെട്ട് കിടക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കാൻ ഇടയായെങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് കാരണമായ ദൈവത്തെ സ്വന്തമാക്കേണ്ടതിന് പകരം ആ ദൈവത്തിനെതിരായി സംസാരിക്കുകയാണോ ചെയ്യേണ്ടത്? ആ ദൈവത്തിനെതിരായി നിലകൊള്ളുകയാണോ ചെയ്യേണ്ടത്? ആര് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുകയാണ്. തന്നെയുമല്ല, പിന്നീട് നമ്മൾ ഈ മനുഷ്യനെ കാണുന്നത് ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി ആ മനുഷ്യൻ മാറുകയാണ്. 38 വർഷം ബെത്സയിദ കുളക്കരയിൽ കിടന്ന ആ രോഗിയുടെ അരികിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തക്ക വിധത്തിൽ അഭിഷേകമുള്ള ഒരു വ്യക്തിയായി ഈ വ്യക്തി മാറുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടം കൊണ്ട് നിൽക്കുന്നില്ല. ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കാണുകയാണ്. അങ്ങനെ കാണുന്ന അവസരത്തിൽ ഈശോ അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്: കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ നീ പാപം ചെയ്യരുത്. ഞാൻ ആദ്യം പറഞ്ഞ വചനം ഇതാണ്: പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നിരിക്കുന്നു. 38 വർഷം ബെത്സയിദ കുളക്കരയിൽ കിടന്ന രോഗി വെറുതെ രോഗിയായി തീർന്നതല്ല, പാപത്തിൻ്റെ ഫലമായിട്ടാണ് അവൻ രോഗിയായി തീർന്നത്. അവൻ രോഗിയായി തീരാൻ കാരണം പാപമാണ് എന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അത് ഈശോ പറഞ്ഞ വാക്കാണ്: കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഇതിനു മുമ്പ് ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് നീ രോഗിയായി തീർന്നിരിക്കുന്നു. ആ രോഗത്തിൽ നിന്ന് കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നീ പാപത്തിൻ്റെ വഴിയിലേക്ക് പോകരുത്, തിന്മയുടെ വഴിയിലേക്ക് നീ പോകരുത്. മേലിൽ പാപപ്രവൃത്തികൾ നീ ചെയ്യരുത്. പാപം ഉപേക്ഷിക്കണം, പാപപ്രവൃത്തികളും ഉപേക്ഷിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ ശാരീരികമായ രോഗമനുഭവിക്കുന്നവരാണ് എങ്കിൽ ദൈവസന്നിധിയിൽ നാം ആശ്രയിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, ആ വചനം കേട്ട് നാം പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, നമുക്കൊരു രോഗശാന്തി കിട്ടിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചെയ്തതുപോലെ, ബെത്സയിദ കുളക്കരയിലെ മനുഷ്യൻ ചെയ്തതുപോലെ ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യാൻ നാം തയ്യാറാകണം. വേറെ ഒരു കാര്യമുള്ളത്, ചില ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം കുടുങ്ങിക്കഴിയേണ്ടവരല്ല നമ്മൾ. നാം ദൈവത്തിൽ ആശ്രയിക്കുക തന്നെ ചെയ്യണം, ദൈവത്തിൽ ശരണപ്പെടണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കടമുള്ളത് കൊണ്ടായിരിക്കരുത്. ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുക്കുകയും വൈകുന്നേരം ആ മനുഷ്യൻ മദ്യഷാപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ, അയാൾ കൂട്ടുകാരോടൊത്ത് മദ്യപിക്കാനാണ് പോകുന്നതെങ്കിൽ, ഒരു ആചാര അനുഷ്ഠാനത്തിൽ മാത്രം കുടുങ്ങിക്കഴിയുകയാണ്. നേരെ മറിച്ച് ഞാൻ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ്. ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് രോഗം വരുമ്പോൾ മാത്രമല്ല, ഒരു തകർച്ച വരുമ്പോൾ മാത്രമല്ല, ഒരു പ്രശ്നമുള്ളപ്പോൾ മാത്രമല്ല ഒരു ധ്യാനം കൂടേണ്ടത്. ധ്യാനം ദൈവത്തിൻ്റെ വചനമാകയാൽ ഏതെങ്കിലും ഒരു ധ്യാനമന്ദിരത്തിൽ പോയി ഈ ടി-വിയുടെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ധ്യാനമന്ദിരത്തിൽ പോയി ഒരു 3 ദിവസമോ ഒരു 5 ദിവസമോ 7 ദിവസമോ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ നാം തയ്യാറായാൽ തീർച്ചയായും ദൈവവുമായി ആഴമായ ഒരു ബന്ധത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. അതുമാത്രമല്ല, അത് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരുന്നു, അനേകർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപരഹിതമായ ഒരു ജീവിതം നയിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഈ രോഗിയെ സുഖപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള
ലക്ഷ്യം ഇതെന്താണ്? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഈശോ ഇയാളെ സുഖപ്പെടുത്തിയത് പാപരഹിതമായ ഒരു ജീവിതം ആ വ്യക്തി നയിക്കാനാണ്. അതുകൊണ്ട് ഏതെങ്കിലും ധ്യാനമന്ദിരത്തിൽ പോയി ഏതെങ്കിലും പ്രാർത്ഥന വഴിയായി ഒരാൾക്ക് രോഗശാന്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗശാന്തി ലഭിച്ചല്ലോ എന്നോർത്ത് നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയല്ല. ആ പോകുന്ന വഴിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴും തുടർന്നുള്ള ജീവിതത്തിലും എന്നെ സുഖപ്പെടുത്തിയ പരമപരിശുദ്ധനായ കർത്താവിൻ്റെ മുമ്പിൽ പരിശുദ്ധിയോടെ ജീവിക്കണം എന്ന ഒരാഗ്രഹമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ ഒരു തീരുമാനം നാം എടുക്കണം. കർത്താവ് എന്നെ സുഖപ്പെടുത്തി, ഞാനിനി തമ്പുരാന് വേണ്ടി നിലകൊള്ളും. ദൈവം പറയുന്ന വാക്കനുസരിച്ച് ഞാൻ ജീവിക്കും. 38 വർഷം ആ കുളക്കരയിൽ കിടക്കുമ്പോൾ ആ കിടക്കയുടെ അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് തലേ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പരുവത്തിലായിരിക്കുമോ അത്? എന്നിട്ടും ആ കിടക്കയും തലയിൽ വെച്ച് നടക്കുമ്പോൾ പലരും ചോദിക്കും, ഈ പഴം കിടക്ക എന്തിനാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അപ്പോൾ അവന് പറയാൻ പറ്റും, ഇത് വെറും ഒരു പഴം കിടക്ക മാത്രമല്ല, ഇതെടുത്തു നടക്കാനായിട്ട് പറഞ്ഞവൻ ദൈവമാണ് എന്ന്. അപ്പം ദൈവത്തെ പ്രഘോഷിക്കാനായിട്ടുള്ള ഒരവസരമായി ആ സൗഖ്യത്തെ അവൻ കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള സകല നന്മകളും ദൈവത്തിന് മഹത്വം നൽകാനുള്ളതായി നാം കാണേണ്ടതാണ്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ചിലർ ദുരിതത്തിലാകാൻ കാരണം സ്വന്തം അകൃത്യം മൂലമാണ്. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യുകവാടത്തെ സമീപിച്ചു. മരണത്തോട് മല്ലടിക്കുന്ന അവസരത്തിൽ ദൈവം ഇറങ്ങി വന്ന് ഇടപെടുകയാണ്. ഇപ്പം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടും. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. ഒറ്റ കാര്യം ചെയ്യുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. ഇയാൾ ചെയ്തതുപോലെ സൗഖ്യം കിട്ടേണ്ട സ്ഥലങ്ങളിലേക്ക് ഒന്ന് നടന്നെടുക്കുവാൻ നമുക്ക് തയ്യാറാകാം. അത് സൗഖ്യത്തിന് കാരണമായിത്തീരും. സുഖപ്പെട്ട് കഴിയുമ്പോൾ വിശുദ്ധിയിലും കൃപയിലും നമുക്ക് ജീവിക്കാം. പാപരഹിതമായ ഒരു ജീവിതം നയിക്കാം. ദൈവത്തെ ആരാധിക്കുന്നവരായി നമുക്ക് മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാവാരിധി സ്നേഹസമ്പന്നനുമായ സ്വർഗീയ പിതാവേ, ബെസൈദാ കുളക്കരയിൽ കിടന്ന രോഗിയുടെ അരികിലേക്ക് അങ്ങ് കടന്നു ചെന്നു. യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു, അവൻ അവിടെ കിടക്കുന്നുവെന്ന് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണ് എന്നറിഞ്ഞ് യേശു അവനോട് ചോദിച്ചു, മകനെ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. കർത്താവേ, അങ്ങ് സുഖപ്പെടുത്തി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. പാപരഹിതമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ഈ ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ കൃപയൊഴുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.